ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചീര കട്ട്ലറ്റാണ്. നമ്മൾ മീറ്റ് കട്ട്ലറ്റ് ഉണ്ടല്ലോ, അതേ ടേസ്റ്റ് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 3 കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ പാലക് ചീര എടുത്തിട്ടുണ്ട്, അതായത് സ്പിനാച്ച്. മറ്റേ ചീരയെക്കാളിലും കട്ട്ലറ്റ് ഉണ്ടാക്കാൻ കൂടുതലും നല്ലത് പാലക് ചീരയാണ്. ആദ്യം നമുക്ക് ഈ ചീരയൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് കഴുകണം. മണ്ണ് കാണും, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതല്ലേ. എന്നിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം. അതേപോലെ കിഴങ്ങും നമുക്ക് ഉപ്പിട്ട് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ എന്താ കിഴങ്ങ് ഞാൻ വേവിച്ച് ഉടച്ചെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ചീര ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചീര 1 കപ്പാണ് അരിഞ്ഞെടുത്തപ്പോൾ കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചീര വേണമെങ്കിൽ എടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 സവാളയും 2 പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. അത് ഞാൻ റസ്ക് വാങ്ങിച്ച് പൊടിച്ചെടുത്തതാണ്. അതാണ് കൂടുതൽ എളുപ്പം. റസ്ക് നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു തരിതരിയായിട്ട് കിട്ടും. ഞാനൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വഴറ്റാൻ എടുക്കുകയാണ്. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർക്കാം. ഇതും ചെറുതായിട്ടൊന്ന് വഴണ്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ്. അതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയതിന് ശേഷം നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ചീരയും നന്നായിട്ട് ഇതിലേക്ക് കിടന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം ഉപ്പ് കൂടാതെ ശ്രദ്ധിച്ചോണം, കാരണം ചീരയായാലും കിഴങ്ങായാലും പെട്ടെന്ന് ഉപ്പ് പിടിക്കുന്നതാണ്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്. വീട്ടിൽ പൊടിച്ച പൊടി തന്നെയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമുക്ക് ആ ഇറച്ചിക്ക് ചേർക്കുന്ന മസാലയൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും ചേർക്കേണ്ട. ഈ ഗരം മസാലയും കുരുമുളകും അത് മസ്റ്റായിട്ടും ചേർത്തിരിക്കണം. ചീര നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിത് കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചൂടാറിയ ശേഷം നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കയ്യിൽ ഇത്തിരി എണ്ണ തൂത്തിട്ട് നമുക്ക് ഇതേപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ ആക്കി എടുക്കാം. അപ്പോൾ ചീരയും കിഴങ്ങും ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. നമ്മൾ മീറ്റ് കട്ട്ലറ്റ് എങ്ങനെയാണോ കഴിക്കുന്നത് അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാ ഉരുണ്ടകളാക്കി കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട്ലറ്റ് മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിനകത്ത് പുരട്ടി മാറ്റി വെക്കാം. ആദ്യം ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് വേണം വറുക്കാനെടുക്കാൻ. അതായിരിക്കും കൂടുതൽ നല്ലത്, എളുപ്പവും. അപ്പോൾ ചീര വഴറ്റിയ ആ പാനിലേക്ക് തന്നെയാണ് ഞാൻ കട്ട്ലറ്റ് വറുക്കാൻ എടുക്കുന്നത്. ആവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കട്ട്ലറ്റ് വറുക്കാൻ ഇടുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഒരല്പസമയം കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പോൾ ബ്രെഡ് ക്രംസ് കരിയാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഫ്ലെയിം കൂടുതലാണെങ്കിൽ കുറച്ച് വെക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട്, ഞാൻ അത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്കിത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിത് ആവശ്യത്തിന് ബ്രൗൺ നിറമാകണം വരെയും മൊരിച്ചെടുക്കാം. ഇപ്പോൾ കട്ട്ലറ്റ് എല്ലാം ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനെല്ലാം പാത്രത്തിലേക്ക് മാറ്റുകയാണ്. മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത ട്രിപ്പും ഇതേപോലെ വറുത്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ കട്ട്ലറ്റ് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും, കരിയത്തുമില്ല, അതേപോലെ തന്നെ എണ്ണ കുടിക്കത്തുമില്ല. ഇപ്പോൾ രണ്ടാമത്തത് ഇട്ട് വറുക്കാനാണെങ്കിലും ഞാൻ അഡീഷണൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ആദ്യത്തെ ആ വറുത്ത ആ എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഇപ്പോൾ രണ്ടാമതും വറുത്തെടുക്കാൻ പോകുന്നത്. കട്ട്ലറ്റ് എല്ലാം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.